നാട്ടിൽ പോക്കെന്ന് പറഞ്ഞാലേ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെയുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ടേ ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാക്സി ഓൺ ടൈമിൽ വന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടാക്സി ഒരു 4.5 മണിക്കൂർ മുമ്പ് പറഞ്ഞായിരുന്നേ. അതുപോലെ തന്നെ നമ്മൾ എയർപോർട്ട് എത്താറാകുമ്പോഴേ റോഡിന് നടുക്കായിട്ട് ഒരു എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെന്ന് പറയണേ. നമ്മുടെ ടെർമിനൽ 3 ആയിരുന്നു ഞങ്ങളുടെ എയർപോർട്ട്. അപ്പം 5 പൗണ്ടാണ് ഡ്രോപ്പ് ഓഫ് ചാർജ് അതിനകത്ത് വരിക. അതുപോലെ തന്നെ പെട്ടിയെ നമ്മൾ ട്രോളിയിൽ വെച്ചിട്ട് അകത്തോട്ട് തള്ളിക്കൊണ്ട് പോകില്ലേ. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേളിലായിട്ട് വെക്കാതിരിക്കാൻ നോക്കാം കേട്ടോ. പെട്ടി സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. എനിക്കങ്ങനെ പറ്റി, നിങ്ങൾക്ക് അങ്ങനെ പറ്റാതിരിക്കട്ടെ. സെൽഫ് ചെക്ക് ഇൻ കിയോസ്കുകൾ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസും അതേപോലെ തന്നെ ലഗേജ് ടാക്കും ഒക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അത് നേരെ ബാഗേജ് ഡ്രോപ്പ് ഓഫിലേക്ക് പോയിട്ട് നമ്മൾ ബാഗേജ് ഇതുപോലെ കയറ്റി വിടുക. ഇതിൻ്റെ മേളിലാണ് സെക്യൂരിറ്റി ചെക്ക്. അപ്പോൾ മേളിൽ എസ്കലേറ്റർ ചെന്ന് കഴിയുമ്പോഴേക്കും സെക്യൂരിറ്റി ചെക്ക്. അത് കഴിഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡ്യൂട്ടി ഫ്രീയുടെ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്കിപ്പം എംറ്റി ബോട്ടിൽസ് വല്ലതും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡ്രിങ്കിങ് വാട്ടർ എടുക്കാവുന്നതാണ്. എയർപോർട്ടിൽ ഡ്യൂട്ടി ഫ്രീന്ന് കള്ള് മേടിക്കാൻ പറ്റി ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി ഫ്രീന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ഗേറ്റിലേക്ക് നടക്കുക. ഗേറ്റിനകത്ത് അടുത്ത് തന്നെ കോംപ്ലിമെൻ്ററി മാഗസിൻ്റെ